ജില്ലാ ആശുപത്രിയുടെ ലിഫ്റ്റ് വർക്കാവുന്നില്ല, രോഗികളെ വീൽചെയറിൽ കയറുന്നത്. അതറിഞ്ഞാണ് ഞങ്ങളെല്ലാവരും ഓടി ഇവിടെ വന്നത്. ഞങ്ങൾ സൂപ്രണ്ടിനെ കയറി കണ്ടപ്പോൾ സൂപ്രണ്ട് വളരെ ധിക്കാരപരമായിട്ട് ഞങ്ങൾ ചോദിച്ചു, ഈ പാവപ്പെട്ട രോഗികൾ, ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ ഇവരൊക്കെ എങ്ങനെ മുകളിലെത്തും? ധിക്കാരപരമായിട്ട് അയാൾ പറയുകയാണ് ലിഫ്റ്റൊക്കെ വർക്കാവുന്ന സമയത്ത് വർക്കാവും, അല്ലാണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ലിഫ്റ്റിൻ്റെ പുറകെ നേരമല്ല അയാൾ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പേഷ്യന്റ് വന്നു. പേഷ്യന്റ് വന്നപ്പോൾ അവിടെ ഡോക്ടറില്ല. ആ ഡോക്ടർ പറഞ്ഞാൽ എനിക്ക് നോക്കാൻ സൗകര്യമില്ലാതെ കൊണ്ടു. കഴിഞ്ഞ ദിവസം തീരുമാനമാണോ? ഇന്നലെ ചുമന്ന ആളുണ്ടത് രൂക്ഷമായ വിമർശനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാൻ സാധിച്ചത്. അപ്പോഴാണ് നമ്മുടെ മൂക്കിന് മുന്നിൽ, ഞങ്ങളുടെയൊക്കെ മൂക്കിന് മുന്നിൽ മീഡിയ വണ്ണ റിപ്പോർട്ടർ ചാനലിലൂടെ കാണിക്കുന്നു ജില്ലാ ആശുപത്രിയുടെ ലിഫ്റ്റ് വർക്കാവുന്നില്ല, രോഗികളെ വീൽചെയറിൽ കയറുന്നത്. അതറിഞ്ഞാണ് ഞങ്ങളെല്ലാവരും ഓടി ഇവിടെ വന്നത്. ഞങ്ങൾ സൂപ്രണ്ടിനെ കയറി കണ്ടപ്പോൾ സൂപ്രണ്ട് വളരെ ധിക്കാരപരമായിട്ട് ഞങ്ങൾ ചോദിച്ചു, ഈ പാവപ്പെട്ട രോഗികൾ, ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ ഇവരൊക്കെ എങ്ങനെ മുകളിലെത്തും? ധിക്കാരപരമായിട്ട് അയാൾ പറയുകയാണ് ലിഫ്റ്റൊക്കെ വർക്കാവുന്ന സമയത്ത് വർക്കാവും, അല്ലാണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ലിഫ്റ്റിൻ്റെ പുറകെ നേരമല്ല അയാൾ പറഞ്ഞത്. അതുകൊണ്ടാണ് യൂത്ത് ലീഗ് ഇവിടെ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രിയപ്പെട്ട യൂത്ത് ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വരുന്ന വ്യാഴാഴ്ച കേരളത്തിലെ എല്ലാ ജില്ലകളിലും DMO ഓഫീസ് ഉപരോധം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൊടുപുഴയിൽ ഇടുക്കി ഈ ജില്ലാ ഹോസ്പിറ്റലായി കാരിക്കോട് വരുന്ന വ്യാഴാഴ്ച രാവിലെ 10:30 മണിക്ക് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മാർച്ച് ഇന്നിവിടെ ജില്ലാ യൂത്ത് ലീഗിൻ്റെ സെക്രട്ടറി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ സമരവും ഈ ഹോസ്പിറ്റലിലെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ സമരവും ശക്തമായ പ്രതിഷേധവുമായി ഇന്ന് മുതൽ യൂത്ത് ലീഗിൻ്റെ സമരം ഇവിടെ ആരംഭിക്കുകയാണ്. പല തവണ ഇവിടെ വന്നിട്ടുണ്ട്. മാന്യമായ രീതിയിൽ നമ്മളൊരു പൊതുപ്രവർത്തന മാന്യമായ രീതിയിൽ സൂപ്രണ്ടിനോട് നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ലിഫ്റ്റ് തകരാറാണ്, ഒരുപാട് രോഗികൾ കഷ്ടപ്പെടുന്നുണ്ട്. അന്നൊക്കെ പുള്ളിയുടെ സമീപനം മൃദു സമീപനമാണ്. ഇന്ന് പുള്ളിക്ക് ഭയങ്കര മുഷ്കായിരുന്നു. പുള്ളി ഭയങ്കര തൻ്റെ അടുത്തോടു കൂടി, കാരണം പുള്ളി വേറൊരു രീതിയിൽ, കാരണം ആരോഗ്യവകുപ്പിനെ കേരളത്തിലെല്ലാം ആക്രമിക്കുകയെന്ന രീതിയിൽ യൂത്ത് ലീഗുകാരുടെ വളരെ മോശമായിട്ട് തന്നെ പുള്ളി പെരുമാറുന്നത്. പുള്ളി പറഞ്ഞത് ലിഫ്റ്റ് വർക്കാവും, അത് ലിഫ്റ്റ് വർക്കാവിൻ്റെ ഓപ്പറേറ്റർ പറഞ്ഞാൽ അതിൻ്റെ സമയം എടുക്കും, അതുവരെ രോഗികളെ എങ്ങനെയെങ്കിലും കൊണ്ടോട്ടെ, ആ രീതിയിൽ മുഷ്ക് വർത്തമാനമാണ് ഈ നമ്മുടെ സൂപ്രണ്ട് പറഞ്ഞത്. വീൽ ചെയറിൽ ആളുകളെ ചുമന്നോണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഈ ഇടുക്കി ജില്ലാ ആശുപത്രിയുടെ ഏറ്റവും വലിയ നിരുത്തരവാദിത്വപരമായ നിലപാടാണ്. ഇത് തിരുത്തണം. മുസ്ലിം യൂത്ത് ലീഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ മാർച്ച് വ്യാഴാഴ്ച ഉണ്ടാവും. തുടർ സമരങ്ങളുമായി മുസ്ലിം യൂത്ത് ലീഗ് ഇവിടെ രംഗത്തുണ്ട്. നമ്മൾ യൂത്ത് ലീഗിൻ്റെ കമ്മിറ്റിയിൽ പല പ്രാവശ്യം താലൂക്ക് വികസന സമിതി കമ്മിറ്റിയിലുള്ള ആളാണ്. പല പ്രാവശ്യം ഈ സൂപ്രണ്ടിനെതിരെ പരാതികൾ, ഇങ്ങനെ പല കേസിൻ്റെ പരാതികൾ വന്നിട്ടുണ്ട്. ഡോക്ടർമാരില്ല, നേഴ്സുമാർ അതിമോശമായി രോഗികൾ പെരുമാറുന്നു, ലിഫ്റ്റ് കംപ്ലയിൻറ്റ്, മരുന്നുകളില്ല എന്ന് പല പ്രാവശ്യവും താലൂക്ക് കമ്മിറ്റി, പല കമ്മിറ്റി, HMC കമ്മിറ്റി പോലും വന്ന് പരാതികൾ പറഞ്ഞിട്ട് പോലും അതേ നിലപാട് തന്നെയാണ് സൂപ്രണ്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ കയറിയപ്പോൾ ഞങ്ങൾക്കുണ്ടായ അനുഭവം അത് തന്നെയാണ്. എന്തായാലും സ്റ്റേറ്റ് കമ്മിറ്റി ഇട്ടിരിക്കുന്ന പരിപാടി അതിശക്തമായിട്ട് ഞങ്ങൾ ജില്ലാ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ അതിശക്തമായ സമരത്തിന് നേതൃത്വം കൊടുക്കും ഉറപ്പായിട്ടും.